ഇവിടെയാണോ? ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റവ കേക്കാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ലഭിക്കുന്ന റവ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല രുചിയുള്ള ചായക്കൊക്കെ കൂട്ടാൻ പറ്റും നല്ല രുചിയുള്ള ഒരു അടിപൊളി റവ കേക്കാണ് ഇന്ന് വെട്ട് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയും അതേപോലെ 3/4 കപ്പ് മൈദ, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, കോഴിമുട്ട. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇനി ബേക്കിംഗ് സോഡയും അതേപോലെ കുറച്ച് ഫുഡ് കളർ, കുറച്ച് നെയ്യ്, ഇത്രയും ഇതിനാവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 3 കോഴിമുട്ടയും ഇതിൽ പൊട്ടിച്ച് വയ്ക്കുകയാണ്. അതേപോലെ പഞ്ചസാര, എടുത്തു വെച്ച പഞ്ചസാര അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ശേഷം റവയും അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പൊടിച്ച് വെച്ച കുറച്ച് ഏലക്ക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ശേഷം കുറച്ച് ഫുഡ് കളറും അതേപോലെ കുറച്ച് സാൾട്ടും അതുകൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നെയ്യ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും അതേപോലെ ഈ നെയ്യും കോഴിമുട്ടയും എല്ലാം കൂടി ഒന്ന് അലിഞ്ഞ് നല്ലൊരു മിക്സായിട്ട് നല്ലൊരു പരുവത്തിലായിട്ട് വരും. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ റെഡിയായിട്ട് വരികയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ടൈറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മൊത്തത്തിലൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അതിനുശേഷം ഇത് മൊത്തം ഒരു ടേബിളിലിട്ട് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതാണ് വെട്ട് കേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെട്ട് കേക്കിൻ്റെ പണി, കൂടുതലൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ ഞാൻ കൂടുതലും റവയാണ് ചേർത്തിട്ടുള്ളത്, മൈദയല്ല. അപ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും. അത് കൂടുതൽ ഉറപ്പായി പോകും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നല്ല നമ്മുടെ സോഡയും അതേപോലെ മൈദയും രണ്ടും കൂടി ചേർത്തത് കൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് തന്നെ ഇത് വരും. അപ്പോൾ കട്ടിങ്ങൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാകണം. എണ്ണ കൂടുതൽ ചൂട് വേണ്ട, ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പം തന്നെ നമുക്കത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നോരോന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിനുശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രൈ ആയി വന്നിട്ട് നേരെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ വെട്ട് കേക്കിൻ്റെ പണി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള വെട്ട് കേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.